ഇന്ന് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ കോവിൽ എന്ന സങ്കല്പത്തിലേക്ക് ഈ ക്ഷേത്രം എന്ന നിലയിലേക്ക് ഉയർത്തുന്നതിൽ ഞങ്ങൾക്ക് ക്ഷേമസമിതിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു നേതൃത്വം ഉള്ളതുകൊണ്ടാണ് ഈ നിലയ്ക്ക് നമുക്ക് ഇവിടെ ഈ അവസ്ഥയിലേക്ക് ക്ഷേത്രത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ അത് ശ്രീ ഗോപിയേട്ടൻ്റെ ശക്തമായ നേതൃത്വത്തിൻ്റെ ഒരു ഇതന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിന് എല്ലാവിധ നന്ദി കാപ്പാടും ഈ ക്ഷേത്ര സമിതിയുടെ ഗോപിയേട്ടൻ ഞങ്ങൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തിലേക്ക് നമ്മുടെ ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഗോപിയേട്ടനെ ചോർന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കിവിടെ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിരിക്കുന്നത് ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ സാറാണ്. 33 വർഷത്തെ ഇന്ത്യൻ മിലിറ്ററി സർവീസിന് ശേഷം ക്യാപ്റ്റനായി വിരമിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആത്മീയ പ്രഭാഷണങ്ങളുമായി സാത്വിക ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ദുബായ് TV ചാനലിൽ പ്രണാമം എന്ന പരിപാടി തുടർച്ചയിൽ ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഈ തുറന്ന മനസ്സോടുകൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേമാതിരി തന്നെ നമ്മുടെ രക്ഷാധികാരിയായ ശ്രീ വേണുവിനെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ നവരാത്രി സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഗോപിയേട്ടനെ സ്വാഗതം. നവരാത്രി സംഗീതോത്സവത്തിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഭക്തിനിർഭരമായ സമ്പുഷ്ടമായ വേദിയാണ് ഇവിടെയുള്ളത്. ഈ വേദി സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയ അനുജൻ അദ്ദേഹം തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ വലിയ കാര്യമായി ഇവിടെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വന്തം പേരാണ് പറയേണ്ടത്, എൻ്റെ പേരല്ല. ഞാൻ ഇവിടെ ഉള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്ത് നടത്തുന്നത് രാമകൃഷ്ണൻ തന്നെയാണ്. രാവും പകലും വ്യത്യാസമില്ലാതെ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൃത്യമായ കൃത്യനിഷ്ഠമായ ചിട്ടയാണ് ഈ നിഷ്ഠയാണ് ഈ ക്ഷേത്രം. കോവിലിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്കുള്ള ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ വലിയ ദൂരം നിങ്ങൾ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിനോട് മാത്രമല്ല, ഞങ്ങളുടെ ടീമായി ഏകദേശം 22 പേർ, നിരവധി പേർ വേദിയിരിക്കുന്ന ഞങ്ങളുടെ രക്ഷാധികാരി വേണുകേട്ടൻ, പിന്നെ ഇതിൻ്റെ അഭിഭാഷകമായ നമ്മുടെ ഉണ്ണിയപ്പൻ, അങ്ങനെ ഓരോരുത്തരെയും കുട്ടൻ, അങ്ങനെ പലരെയും ഞാൻ പറയാറില്ല, രാധ, അങ്ങനെ ഈ 22 പേരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നത്. കാരണം ഓരോരുത്തരും അതിൻ്റെതായ വലിയ റോഡ് വഹിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ യാത്രയുടെ ഏകദേശം 25% മാത്രമേ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇനിയും 75% യാത്ര ഈ ക്ഷേത്രവുമായി ഞങ്ങൾക്ക് മുന്നിട്ട് പോകാനുണ്ട്. എല്ലാവരോടും പ്രത്യേകിച്ച് ഭക്തജനങ്ങളോടാണ് ഞങ്ങൾക്ക് കടപ്പാട് നന്ദി. പിന്നീട് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി പ്രഭാഷകൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും പറയാൻ അധികമാകുമെന്ന് എനിക്കറിയില്ല. ക്യാപ്റ്റൻ രാധാകൃഷ്ണൻ എൻ്റെ ഒരു കുടുംബ സുഹൃത്താണ് അദ്ദേഹം. വർഷങ്ങളോളമായി അദ്ദേഹം അടുത്ത പരിചയമുള്ള ഒരു വ്യക്തിയാണ്. തൻ്റെ ജീവിതം 33 വർഷമായി തൻ്റെ ഭാരതത്തെ സേവിച്ച ശേഷമാണ് തൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം പ്രവർത്തനം, ഇത്തരം ഭക്തി പ്രഭാഷണങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് തുടങ്ങി ഒരു മനുഷ്യ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, ഏതെല്ലാം തലങ്ങളിൽ ചെയ്യപ്പെടാമോ അവിടെയെല്ലാം തൻ്റെ ജീവിതം ധന്യമാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന രാധാകൃഷ്ണനെ പ്രത്യേകം വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി അവാർഡുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ചുരുക്കിയ സമയം എനിക്ക് മതിയാവുന്നില്ല. നിരവധി അവാർഡുകൾ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട 1-2 അവാർഡുകൾ ഞാൻ നോട്ടിൽ വെച്ചത് ഭക്തശ്രീ പൊന്നുകോൽ പുരസ്കാരം, നിരവധി പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരിച്ചിരുന്നു. സമകാലിക പ്രശ്നങ്ങൾ എന്നതിനപ്പുറം ഭക്തിതരപരമായ നമ്മുടെ കാര്യങ്ങളും അദ്ദേഹം നിരവധി ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നവരാത്രി മഹോത്സവത്തിന് തുടക്കത്തിൽ അദ്ദേഹത്തെ തന്നെ ഭക്തി പ്രഭാഷണത്തിന് കിട്ടിയത് ഞങ്ങൾ അല്പാഭിമാനം, വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇനി ഈ നവരാത്രിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അല്പജ്ഞാനിയായ ഞാൻ ഈ ആത്മീയ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ആചാര്യം തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ട് അത് അവിവേകമായി പോകുന്നൊരു കാരണത്താൽ ഞാൻ പറയുന്നത്. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം,
നവരാത്രി എന്ന മഹോത്സവം അത് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള വിഷയമാണ്. വിവിധ ഐതിഹ്യങ്ങൾ നിലവിലുണ്ടെങ്കിലും അത് നന്മയുടെ ഒരു സിമ്പിളായിക്കൊണ്ട് അജ്ഞതയുടെ അന്ധകാരമായിട്ട് വെളിച്ചത്തിൻ്റെ പൊൻപുലകളിൽ വിരിയിപ്പിക്കുന്ന ഒരു വലിയ മഹോത്സവമാണ് നവരാത്രി മഹോത്സവം. ഇന്ത്യയിലെ നമ്മൾ വിവിധ പേരിലത് ആഘോഷിക്കപ്പെടുന്നു. കേരളത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ തുടക്കം ആണ് ഏറ്റവും വലിയ പ്രധാനം. ഏതായാലും ഈ മഹോത്സവത്തിന് എല്ലാ ആളുകൾക്കും ഭഗവാന്റെ സാക്ഷാൽ ശരീരത്തിൻ്റെ ധർമ്മശാസ്താവിൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ പരിപാടിക്ക് ഈ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഭക്തജനങ്ങളോട് എനിക്ക് ഒന്നും കാര്യമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. നമ്മുടെ രാധാകൃഷ്ണൻ സാറ് ഇവിടെ എല്ലാ കാര്യങ്ങളും ദൈവീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നതാണ്. പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഭൂതനാഥമഹം വന്ദേ ഭൂതനാഥഹിതേരഥം ഇന്ദ്രാദിദേവതാവൃന്ദവന്ദിതാഗ്രിസരോരുഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം വർണ്ണസഹിതം തത്വമസ്സാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരും ത്വം നമാമി. വാണീ നിൻ കൃപവാണി വേണമതിനായി ഏണാംഗബിംബാനനെ വീണേൻ ത്വൽപാദപങ്കജത്തിലടിയൻ വാണീ മനോഹാരിണി. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിലാത്താദരം വാണീടേണമടിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഈ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നവരാത്രിയോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ആരംഭ ദിനമായ ഇന്ന് ഈ ക്ഷേത്രസന്നിധിയിൽ വന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. സർവോപരി അവരെ നിമിത്തമാക്കിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ച അഖില ലോക ബ്രഹ്മാണ്ഡ കോടി നായകനായ ശ്രീധർമ്മശാസ്താവിൻ്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ അനന്ത കോടി പ്രണാമം. ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സംഭൂജ്യരായ ധന്യാത്മാക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വരുവാനും നിങ്ങളെ അഭിമുഖീകരിച്ച ഈ സത്സംഗത്തിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം കിട്ടിയത് തീർച്ചയായിട്ടും എൻ്റെ ഒരു മുജ്ജന്മ സുഹൃതം കൊണ്ടാണെന്ന് ഞാൻ വളരെ വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ ഇതിന് മുൻപ് വന്നിട്ടുണ്ട്. അത് കോവിഡിന് മുമ്പ് ഉള്ള സമയത്ത് ഈ പുനരുദ്ധാരണങ്ങൾക്കും പുനഃപ്രതിഷ്ഠകൾക്കൊക്കെ മുമ്പുള്ള ആ സാഹചര്യത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കോവിഡിന് ശേഷം വന്നിട്ടില്ല. അതിനു മുൻപ് 3 or 4 പ്രാവശ്യം ഞാനിവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്ന് ഈ ഭാഗത്തായിരുന്നു സ്റ്റേജ്, ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന്. അപ്പോൾ ഈ റോഡും ഇവിടുത്തെ മുഴുവൻ ആളുകളെയും ഒക്കെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായി അന്നും
ചടങ്ങുകളൊക്കെ വളരെ നന്നായി നടന്നിരുന്നു. ഇവിടെ അന്നദാനത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ റോഡ് മുഴുവൻ നിറയെ ആളുകൾ നിൽക്കുമായിരുന്നു. പ്രഭാഷണം കഴിയുമ്പോഴേക്കും 1000-ൽ പരം ആളുകൾ വളരെ എന്താ പറയുക സംതൃപ്തരായി. രണ്ടും വേണമല്ലോ, മറ്റേ നമ്മുടെ ആരോഗ്യവും നിലനിർത്തണം, ഭക്ഷണവും വേണം, ഭൗതികവും ആത്മീയവും രണ്ടും തുല്യമായി പോകണമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിനോടും ഇവിടുത്തെ ചടങ്ങുകളോടും ഇവിടുത്തെ ക്രമീകരണങ്ങളോടും ഇവിടുത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തോടും ഇവിടുത്തെ ഭക്തി ഭാവമുള്ള ഭക്തജനങ്ങളോടും എനിക്ക് വളരെ വളരെ സ്നേഹവും ആദരവുമുണ്ട്. എൻ്റെ ബന്ധുക്കളും ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രമീളയും ശ്യാമള ചേച്ചിയൊക്കെ, അതൊക്കെ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരുടെ വീട്ടിലും ഞാൻ പോകാറുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ. അങ്ങനെ പലരും ഉണ്ട്. ഇവിടെ വെങ്ങാനല്ലൂർ എന്ന് പറയുമ്പോൾ ഞാൻ പഴയന്നൂർ, ഞാൻ കുറച്ച് നീട്ടുന്നത് എന്തിനാ വെച്ചാൽ ഗോപിയേട്ടൻ പറഞ്ഞു ആ അമ്പലം കഴിഞ്ഞ് കുറച്ച് പേര് വരുമെന്ന്. അപ്പോൾ ഞാൻ ഒന്ന് മെല്ലെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ആരെങ്കിലും വരുന്നവരൊക്കെ വരട്ടെ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ എനിക്ക് കറക്റ്റ് എത്ര 1 മണിക്കൂറാണോ 1.5 മണിക്കൂറാണോ എന്താ ചോദിക്കുന്നതെന്നറിയാം, അതിനനുസരിച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തും നമ്മൾ പറയില്ലേ, അധികമായി കഴിഞ്ഞാൽ അത് എത്ര പാലടയാണെങ്കിലും 1 ഗ്ലാസ് കഴിച്ചു, 2 കഴിച്ചു, 3 കഴിച്ചു, 4ാമത്തെ ഗ്ലാസ് പറഞ്ഞ് ഇനി വയ്യാട്ടോ അല്ലേ, തിരുമേനി പറഞ്ഞ മാതിരി ഓ ഇനി വയ്യ എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി എത്ര ഭംഗിയിൽ എന്തൊക്കെ പറഞ്ഞാൽ, പക്ഷേ എന്ന് വെച്ച് ചിലപ്പോൾ ചിലർ പറയും പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ആ വിഷയം കുറച്ചുകൂടെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും ഇവിടെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു കാര്യം പറയാം, നമ്മൾ പൂർവ്വജന്മാർജിതമാണ്. നമ്മളിപ്പോൾ എന്താണെന്നുള്ളത് ഈ ജന്മത്തിലത്തെ മാത്രമല്ല, നമ്മൾ പൂർവ്വജന്മാർജിതമായി കിട്ടിക്കൊണ്ടുവന്ന സഞ്ചിത കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മളൊക്കെ. അപ്പോൾ ഒരു പക്ഷേ ഞാൻ പഴയ ജന്മത്തിലൊക്കെ എന്തെങ്കിലും കുറച്ച് ആത്മീയതയിലുണ്ടായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ 17.5 വയസ്സിൽ മിലിറ്ററിയിൽ ചേർന്നിട്ട് 50ാമത്തെ വയസ്സിൽ റിട്ടയറായിട്ട് ഈ 33 കൊല്ലം ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെയുള്ള വേദികളിലിരുന്ന് എന്തെങ്കിലും ആത്മീയത്തിൻ്റെ കാര്യങ്ങൾ പറയാനോ, അല്ലെങ്കിൽ എൻ്റെ 5 പുസ്തകം ഞാൻ രചിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ രചിക്കാനോ ഒക്കെ ഉള്ള തന്നത് ഒരിക്കലും ഞാൻ എന്താ പറയുക, ഒരിക്കലും എൻ്റെ കഴിവല്ല. പരിപൂർണമായിട്ടും അത് ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്. എൻ്റെ ഭക്തി പ്രഭാഷണത്തിൻ്റെ അരങ്ങേറ്റം തന്നെ 2010 ഡിസംബറിൽ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് തുടക്കം. അതിന് മുമ്പ് ചില്ലറയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനതൊക്കെ പറയണമെന്നറിയോ, എൻ്റെ ആത്മപ്രശംസയോ എൻ്റെ ബയോഡാറ്റയോ ഒന്നും പറയാൻ വേണ്ടിയല്ല. ഞാനും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്നത് തന്നെയാണ്. എന്തെങ്കിലും ഒരു മാജിക്ക് കാണിക്കാനോ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ മാറ്റിമറിക്കാനോ ഉള്ള ഒരു മാസ്മരമായ കഴിവും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സാധാരണ മനുഷ്യൻ തന്നെ, പക്ഷേ കുറച്ച് ആത്മീയം പഠിച്ചു, അല്ലെങ്കിൽ താല്പര്യം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ നവരാത്രിയെപ്പറ്റി പറയുകയാണെങ്കിൽ 4 ഭാഗങ്ങളായിട്ട് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ആദ്യം ഈ നവരാത്രിയുടെ ഐതിഹ്യം എന്താണ് എല്ലാവർക്കും അറിയാം, എന്നാലും ഒരു ആവർത്തനം അല്ലെങ്കിൽ ഒരു സ്മരണ ഒന്നുകൂടെ സ്മരിക്കുക, എല്ലാവർക്കും അറിയാം എന്നാൽ. അപ്പോൾ നവരാത്രിയുടെ ഐതിഹ്യം എന്താണ് ഒന്നത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും, മുഴുവൻ ക്ഷേത്രങ്ങളിലില്ലെങ്കിലും ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ കുമാരി പൂജ ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ടായിരിക്കണം. പൊതുവെ ബ്രാഹ്മിൻസ് കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ, ബ്രാഹ്മിൻസിൻ്റെ കുടുംബങ്ങളിൽ വരെ കുമാരി പൂജയുണ്ട് ഈ നവരാത്രി കാലത്ത്. അപ്പോൾ എന്താണ് കുമാരി പൂജ, എത്രമാത്രം അതിൻ്റെ പ്രാധാന്യം ഉണ്ട് എന്ന് അതൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വിദ്യാരംഭം. പല ആളുകൾക്കും അറിയില്ല വ്യക്തമായിട്ട് വിദ്യാരംഭം എന്ന് പറയുമ്പോൾ എന്ത്. വിദ്യാരംഭത്തിൽ നമ്മൾ സ്വർണം കൊണ്ടാണ് എഴുതുന്നത്, അത് നാവിൽ തന്നെ എഴുതണം, അരിയിലാണ് എഴുതണത്. ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതും ഒന്ന് പറയാം. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ സരസ്വതി ദേവിയുടെ രൂപകൽപ്പനയും കൂടെ പറഞ്ഞ് ഇങ്ങനെ 4 ഭാഗമായിട്ട് ഇതിനെ പറയാം, നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സമയം ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ, 7:15. എന്താണെന്നറിയോ, ഇതുവരെ പറഞ്ഞൊന്നും സമയത്ത് പെടില്ല കേട്ടോ ഗോപിയേട്ടാ. 7:15 അപ്പോൾ 8:15 വരെ ഞാൻ പറയാം അല്ലേ. പിന്നെ നിങ്ങൾ അതിന് മുമ്പ് നിർത്താൻ പറയുകയാണെങ്കിൽ നിർത്താം.
അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്കൊരു കാര്യം തുടങ്ങുന്നതിന് ആണ് വിഷമം, തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഉള്ളവർ എൻ്റെ പ്രഭാഷണം ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഈ വിജയദശമി എന്നും കൂടതിന് പേരുണ്ട്, പല പേരുകളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ വിജയദശമി എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയദശമി എന്ന് പറയുമ്പോൾ ഒരു വിജയത്തിൻ്റെ, തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയം എന്ന് പറയുമ്പോൾ ദേവി മഹിഷാസുരനെ വധിച്ച ദിവസം, ആ വിജയമാണ് നാം വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഐതിഹ്യം, ചിലപ്പോൾ ഒന്നിലധികം ഐതിഹ്യങ്ങൾ ഉണ്ടാവാം. നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെ പുറകിലും ഒന്നിലധികം ഐതിഹ്യങ്ങൾ ഉണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും വളരെ താത്വികവും ശാസ്ത്രീയവുമാണ്. അറിഞ്ഞുകൊണ്ട് ആചരിച്ച് അനുഷ്ഠിച്ചാൽ ഇരട്ടി ഗുണവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഐതിഹ്യങ്ങളിലേക്ക് കിടക്കണ്ട, അതിൽ കയറിപ്പിടിക്കണ്ട. ഒരു ഐതിഹ്യം എനിക്കറിയാവുന്നത് ഞാൻ പറയാം. മഹിഷാസുരനെ വധിച്ചു, അതുകൊണ്ടാണ് ദേവിക്ക് മഹിഷാസുരമർദ്ദിനി എന്നൊരു പേര് കിട്ടിയത്. മഹിഷാസുരമർദ്ദിനി സ്തോത്രം ശ്രീ ശങ്കരാചാര്യർ എഴുതിയതും അതുകൊണ്ടാണ്. അങ്ങനെ ദേവി മഹിഷാസുരമർദ്ദിനി എന്നറിയപ്പെടുന്നുണ്ട്. അതായത് ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത്, അയാൾ വളരെ ഒരു ദുഷ്ടനായ ഒരു മഹിഷാസുരനാണ്. അതിയുടെ ചരിത്രം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, കരമ്പനും രമ്പനും, കരമ്പനെന്ന് പറഞ്ഞാൽ രണ്ട് അസുരന്മാരുണ്ടായിരുന്നു, രണ്ടുപേര്. ഇവർ രണ്ടുപേരും ഒരാളിൽ, ഈ രമ്പൻ എന്ന് പറയുന്നവൻ സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലും ജലത്തിനടിയിലും, കരമ്പൻ പഞ്ചാഗ്നി മധ്യത്തിലും തപസ് ചെയ്തു. ഈ രമ്പനെ ദേവേന്ദ്രൻ ഒരു മുതലയുടെ രൂപത്തിൽ വന്ന് വെള്ളത്തിനടിയിൽ കൂടെ വന്ന് മുക്കിക്കൊന്നു. കരമ്പൻ രക്ഷപ്പെട്ടു. കരമ്പൻ അങ്ങനെ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തപ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, എന്താണ് വരം വേണ്ടത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, എല്ലാവരാലും ഭയപ്പെടുന്ന ഒരു പുത്രൻ എനിക്കുണ്ടാവണമെന്ന്. നോക്കൂ, ഈ രാക്ഷസന്മാരെയും ദുഷ്ടന്മാരുടെ ഓരോ ചിന്ത, അത് എന്തിനാ അയാൾ ചോദിച്ചത് അയാൾക്ക് തന്നെ അറിയുള്ളൂ. എനിക്ക് ആര് കണ്ടാലും ഭയപ്പെടുന്നൊരു മകൻ എനിക്ക് വേണം. തഥാസ്തു. നമ്മുടെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരൊക്കെ എങ്ങനെയാ വെച്ചാൽ ചോദിക്കുന്നതിന് മുമ്പ് അവർ തഥാസ്തു എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാവും. പറഞ്ഞത് പറഞ്ഞു, കേട്ടത് കേട്ടു, എന്തായാലും കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഇയാളവിടെ ഒരു മഹിഷിയുമായിട്ട് അങ്ങനെ സല്ലപിച്ചു കഴിഞ്ഞു. മഹിഷി എന്ന് പറയുമ്പോൾ പോത്തിൻ്റെ ഏകദേശ രൂപത്തിൽ, അതൊരു അപ്സരസ് കന്യകയെ ഒരു മഹർഷി ശപിച്ചങ്ങനെ ആക്കിയതായിരുന്നു. ആ മഹർഷിയെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു പോത്തിൻ്റെ വേഷത്തിൽ ഒരു തമാശ ചെന്നപ്പോൾ മഹർഷി പറഞ്ഞു, എന്നാൽ നീ ഇനി പോത്തായിട്ട് തന്നെ തീരട്ടെ എന്ന്. അങ്ങനെ ഒരു ശാപം കിട്ടിയതാണ് മഹിഷിക്ക്. ആ മഹിഷിയുമായി രമിച്ചു കഴിയുന്നതിൻ്റെ ഇടയിൽ വേറൊരു മഹിഷം ഇവരെ കണ്ട് മോഹിച്ച്, ഈ മഹിഷി കണ്ട് മോഹിച്ച് ഇയാളോട് യുദ്ധത്തിന് വന്നു. ആ യുദ്ധത്തിൽ ഈ കരമ്പൻ കൊല്ലപ്പെട്ടു. ആ സമയത്ത് ഈ മഹിഷി ഗർഭിണിയായിരുന്നു. ആ മഹിഷിയെ പ്രസവിച്ചതാണ് ഈ മഹിഷാസുരൻ. ഏകദേശം പിടികിട്ടിയല്ലോ. ഈ മഹിഷാസുരൻ ഹേമഗിരിയിൽ പോയി വീണ്ടും പഞ്ചാഗ്നി മധ്യയിൽ തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ അഗ്നിദേവൻ 10,000 സംവത്സരം തപസ് ചെയ്തു എന്നൊക്കെ പറയാം. പുരാണത്തിൽ കേട്ടിട്ടൊന്നും ആരും ഭ്രമിക്കേണ്ട കേട്ടോ. 10,000 കൊല്ലം, 20,000 കൊല്ലം, അതൊക്കെ ഒരു കണക്കാണ്. അതങ്ങനെ കിടന്നോട്ടെ. തപസ് ചെയ്തു, പ്രത്യക്ഷ ആയി. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ത്രിമൂർത്തികളാലും ദേവന്മാരായാലും ആരും എന്നെ കൊല്ലരുത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അത് പറ്റില്ലല്ലോ, എനിക്കും കൂടെ ഉണ്ട് മരണം. ഒരു യുഗം കഴിഞ്ഞാൽ, കൽപ്പം കഴിഞ്ഞാൽ ബ്രഹ്മാവ് മാറണം. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കണോ, ഈ ദേവേന്ദ്രൻ ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്ന ഒരു പൊസിഷനാണ്. പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ഈ ചതുർയുഗങ്ങളനുസരിച്ച് വരുമ്പോൾ അവരതൊന്ന് മാറണം. ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങനെ പോയാൽ പിന്നെ പറയാൻ പറ്റില്ല മുഴുവൻ. എനിവേ, ബ്രഹ്മാവ് പറഞ്ഞു ഞാനും കൂടെ മാറണം, എനിക്കും കൂടെ സ്ഥിരമല്ല ഇവിടെ. അപ്പം അത് പറ്റില്ല, ഒന്ന് മാറ്റി ചോദിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ശരി, പെണ്ണുങ്ങൾ ഒഴിച്ച് പിന്നെ ആരും എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അതെന്തായാലും പെണ്ണുങ്ങൾ വളരെ പുച്ഛം. പെണ്ണുങ്ങൾ വിചാരിച്ചപ്പോൾ എന്ത് നടക്കാനാണ്? സ്ത്രീകളെ എത്ര പുച്ഛമായതുകൊണ്ട് പറഞ്ഞു, സ്ത്രീകളൊഴിച്ച് ഒരാളും എന്നെ കൊല്ലരുത്. തഥാസ്തു, കൊടുത്തു, അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞ് ഇയാൾക്ക് പിന്നെ അറിയാമല്ലോ, സ്ത്രീകൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതയാൾക്ക് നല്ല ഉറപ്പുണ്ട്. ഈ മുഴക്കം കേട്ടിട്ടുണ്ട്, ശബ്ദം കറക്റ്റ് കേട്ടിട്ടുണ്ടോ? ലാസ്റ്റ് എൻ്റെ സ്വരം കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ അടുത്ത് നിൽക്കില്ലല്ലോ? ഓക്കെ.
അപ്പോൾ ഇയാൾ പിന്നെ മുഖറയടിച്ച് കൊമ്പുകുല്ലിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് നടന്ന് ഞാൻ വളരെ വേഗം പറയുകയാണ്, എന്നാലേ ബാക്കിയുള്ള പറയാൻ പറ്റും. അപ്പോൾ ദേവേന്ദ്രനെയൊക്കെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കി ദേവേന്ദ്രൻ്റെ മറ്റേ സിംഹാസനത്തിലൊക്കെ കയറിയിരുന്ന് എല്ലാവരെയൊക്കെ അവിടുന്ന് ആട്ടി ഓടിച്ച് ഇയാൾ അങ്ങ് ലോകത്ത്, കാരണം ആരും കൊല്ലില്ലല്ലോ, അങ്ങനെ ഇയാൾ നടന്നിരിക്കാൻ തുടങ്ങിയപ്പോൾ സാധാരണ എല്ലാ പുരാണ കഥകളിലെ പോലെ തന്നെ ദേവന്മാർ ദേവേന്ദ്രനൊക്കെ ഭൂമിയിൽ വന്ന് കായ്കനികൾ ഭക്ഷിച്ച് എവിടെയൊക്കെ ഒളിച്ചു എന്നൊക്കെയാണ് ദേവി മഹാത്മ്യമൊക്കെ പറയണത്. അപ്പോൾ ഇവർ ദേവേന്ദ്രൻ മറ്റാളുകളെയൊക്കെ പാടെ കൂട്ടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു. മഹാവിഷ്ണുവാണല്ലോ രക്ഷകൻ. ഇതുവരെ ഉണ്ടായിട്ടുള്ള പുരാണ കഥകളിൽ നിന്നറിയാം എല്ലാത്തിനും രക്ഷിക്കുന്നത് മഹാവിഷ്ണുവാണ്. എല്ലാത്തിനും പരിഹാരം അവിടെ മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ചെന്ന് ചോദിച്ചു. അപ്പം മഹാവിഷ്ണുവിന് അറിയാത്ത എന്താ ഉള്ളത്? അദ്ദേഹത്തിനെല്ലാം അറിയാം. അദ്ദേഹം അങ്ങനെ വെറുതെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, അതെ, ഇയാളുടെ ഈ ശക്തിയിൽ, ഇയാളുടെ ഈ പ്രതാപത്തിൽ, കഴിവിൽ ഒരു പഴുതുണ്ട്. പഴുത് മീൻസ് നമ്മൾ പറയില്ലേ ലൂപ്പ് ഹോൾ എന്നൊക്കെ പറയില്ലേ, ഒരു പഴുതുണ്ട്. അതായത് സ്ത്രീ ഒഴിച്ചാരും കൊല്ലരുത് എന്നല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ പ്രയോജനപ്പെടുത്താം. അദ്ദേഹം സൂത്രശാലിയാണല്ലോ. അപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാരുടെ കൗരവ പാണ്ഡവന്മാരുടെ യുദ്ധം മുഴുവൻ ജയിച്ചതാരാ? ശ്രീകൃഷ്ണൻ്റെ തന്ത്രം മാത്രമാണ്, അല്ലാതെ അർജുനൻ്റെ ഒന്നും ഒരു കഴിവുമല്ല. വളരെ വ്യക്തമായത് മഹാഭാരതത്തിൽ നമുക്ക് കാണാം. പരിപൂർണമായും ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്ത്രം. അപ്പോൾ പറഞ്ഞു, ഞാൻ ആയുധമൊന്നും എടുക്കില്ല, ഞാൻ കുതിരയെ ഓടിച്ചിങ്ങനെ ഡ്രൈവറായിട്ട് ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാലും ഭാരതത്തിൻ്റെ കഥ കേട്ടിട്ടുള്ളവർക്കറിയാം, ഇവരെ മുഴുവൻ രക്ഷിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്ത്രം. യുദ്ധത്തിന് തന്ത്രം വേണം. ഞാനൊരു മിലിറ്ററിക്കാരൻ കൂടി ആയതുകൊണ്ട് പറയാണ്, അത് വാർ ടെക്നിക് സ്ട്രാറ്റജി എന്നൊക്കെ പറയും. യുദ്ധത്തിൽ വെറും ശക്തി മാത്രം പോരാ, തന്ത്രവും വേണം. അപ്പോൾ എനിവേ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു യോഗം വിളിച്ചു എല്ലാ ദേവന്മാരും. അതിൽ വരുണൻ, കുബേരൻ, അഗ്നിദേവൻ, അതുപോലെ വായുദേവൻ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ, കുബേരൻ, എല്ലാവരെയും വിളിച്ചു. ചന്ദ്രൻ, സൂര്യൻ, ഇന്ദ്രൻ, എല്ലാവരെയും കൂടെ ചേർത്ത് പറഞ്ഞു, നമ്മൾ എല്ലാവരിൽ നിന്നും ഒരു ദിവ്യ തേജസ് കൊണ്ട് ഒരു സ്ത്രീ ഉണ്ടാവണം, ഒരു സ്ത്രീക്ക് ജന്മം കൊടുക്കണം. അപ്പോൾ എല്ലാവരുടെ ഉള്ള ഈ തേജസ്സുകൾ കൊണ്ട് ഒരു സ്ത്രീ രൂപം 18 കൈകളോട് കൂടിയ ദേവി പ്രത്യക്ഷമായി. എങ്ങനെ? ഈ മുഴുവൻ ദിവ്യമായ ദേവന്മാരിൽ നിന്നുള്ള തേജസ്സിൻ്റെ അവരുടെ ഓരോ അംശം കൊണ്ട് അവരുണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവരും ഓരോരോ ആയുധങ്ങൾ. ദേവിക്ക് രുദ്രൻ തൃശൂലം കൊടുത്തു, പാലാഴി വന്നിട്ട് ഇത് അഗ്നിദേവൻ വേല് കൊടുത്തു, മഹാവിഷ്ണു 1000 മുനകളുള്ള ചക്രം കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ ഓരോരോ ആയുധങ്ങൾ കൊടുത്തു. സിംഹത്തിനെ കൊടുത്തു ഒരാൾ വാഹനമായിട്ട്. അങ്ങനെ ചിലർ മാലകൾ, ചിലർ പട്ടുവസ്ത്രങ്ങൾ, മറ്റേ സമുദ്രം പട്ടുവസ്ത്രങ്ങൾ കൊടുത്തു. അങ്ങനെ ഈ 18 കൈകളോട് കൂടിയ ദേവിക്ക് എല്ലാവിധ ആഭരണങ്ങളും നിരവധി ആയുധങ്ങളും. അത് ആയുധം എന്ന് പറഞ്ഞാൽ വജ്രായുധം ഇന്ദ്രൻ കൊടുത്തത്, അതുപോലെ തന്നെ രുദ്രൻ കൊടുത്തത്. ഈ ഓരോ ആയുധങ്ങളും വളരെ ശക്തമത്തായ ആയുധം, ഇതെല്ലാം കൂടെ കൊടുത്തു. ദേവിക്ക് കാര്യം മനസ്സിലായി. ദേവി പറഞ്ഞു, ഞാൻ ഇപ്പോൾ പുറപ്പെടാമെന്നും പറഞ്ഞ് സിംഹത്തിൻ്റെ പുറത്ത് പുറപ്പെട്ട് നേരെ മഹിഷാസുരൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിലുള്ള ഉദ്യാനത്തിൽ ഒരു മദാലസയായ സുന്ദരിയെപ്പോലെ അങ്ങനെ ഉലാത്താൻ തുടങ്ങി. പെട്ടെന്ന് കാവൽക്കാർ പോയിട്ട് പറഞ്ഞു, നമ്മുടെ ഉദ്യാനത്തിൽ ഒരു സുന്ദരി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, അവളോടും കൂടി വരാൻ പറയുന്നു. ഈ പറഞ്ഞവൻ പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു രാജാവ്, നിങ്ങളെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ പറഞ്ഞു, അത് പറ്റില്ല, അദ്ദേഹത്തിന് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഞാനുമായിട്ട് യുദ്ധം ജയിക്കട്ടെ, അപ്പോൾ നോക്കാമെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇത്രയും തൻ്റെ ഇടത്തോടു കൂടെ എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പറയണം. അതൊരു സ്ത്രീയെ പറ്റി ഇയാൾക്ക് യാതൊരു മതിപ്പുമില്ല. അങ്ങനെയാണോ? അപ്പോൾ ഇയാൾ വേഗം കുറച്ച് പടകളെ ചതുരംഗപ്പട അയച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ചതുരപ്പടയുടെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഒരുപാടുണ്ടായില്ല, എന്താണെന്നറിയില്ല, അയച്ചു. അവിടെ വന്ന് ഇവർ നിഷ്പ്രയാസം എല്ലാത്തിനെയും ദേവി കാലപുരിക്ക് അയച്ചു. അതൊന്നും രക്ഷപ്പെട്ടില്ല. അപ്പോൾ ഇയാൾക്ക് തോന്നി, ഞാൻ തന്നെ പോവാം. അങ്ങനെ നേരിട്ട് ഈ മഹിഷാസുരൻ ദേവിയുമായിട്ട് യുദ്ധത്തിനായിട്ട് വന്നു. ആ യുദ്ധം ഒരുപാട് നീണ്ടു നിന്നു.
പല ഇതിലും പല വേഷത്തിലും അയാൾ മായാരൂപിയാണ്, ചിലപ്പോൾ സിംഹത്തിൻ്റെ രൂപത്തിൽ, ആനയുടെ രൂപത്തിൽ, അങ്ങനെ പല വിധത്തിലും ദേവിയായിട്ട്. പക്ഷെ ദേവിയോടൊക്കെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇയാൾ ചെന്ന് ചിലപ്പോൾ സ്വയം പോത്തിൻ്റെ തലയാണല്ലോ, പോത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമാണ് മഹിഷാസുരന്. അങ്ങനെ വന്ന് ഒടുവിൽ ദേവി ഈ മഹാവിഷ്ണു നൽകിയിട്ടുള്ള 1000 മുനയുള്ള ചക്രം കൊണ്ട് ഈ മഹിഷാസുരനെ വധിച്ചു. ഈ വധിച്ച ദിവസമാണ് വിജയദശമി. അതായത് ആ വിജയം, അതിനെ നമ്മൾ വിജയദശമി. അപ്പോൾ നമ്മൾ 10ാം ദിവസം വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നു. വേറെയും ഐതിഹ്യങ്ങൾ ഉണ്ടാകാം, ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഏത് ഐതിഹ്യത്തിൻ്റെ പുറകിലും ഇതുപോലെ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട്. എപ്പോൾ ലോകത്തിൽ തിന്മ വരുന്നു, അപ്പോൾ യഥാഹി ധർമ്മസ്യ, അല്ലേ, ഗ്ലാനിർഭവതി ഭാരത എന്ന് പറയുന്ന അതുപോലെ ഇതുപോലെയൊക്കെയുള്ള സംഭവിക്കും. അപ്പം ഇത് ഉത്തരേന്ത്യയിൽ ഡൽഹിയിലൊക്കെ ഇതിനെ രാംലീല എന്ന് പറയും. രാംലീല എന്നാണ്. ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു, രാംലീല ഞാൻ കണ്ടിട്ടുമുണ്ട്. രാംലീല ഗ്രൗണ്ട് ഉണ്ട് അവിടെ. രാംലീല ഗ്രൗണ്ടിൽ ഇത് രാംലീല എന്തിനാക്കണം വെച്ചാൽ രാവണനെ ശ്രീരാമൻ വധിച്ച ദിവസമാണ് വിജയദശമി എന്ന് അവർ പറയുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, രാവണൻ്റെ രൂപം കെട്ടിയുണ്ടാക്കും. വലിയ പോസ്റ്റിൻ്റെ മാതിരി ഭയങ്കര ഭീമാകാരമായ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചില ഈ പൊട്ടിക്കുന്നുണ്ടല്ലോ, എക്സ്പ്ലോഷൻ വരുന്ന പടക്കം പോലെ എന്തെങ്കിലുമൊക്കെ വെക്കും. എന്നിട്ട് രാവണനും കുംഭകർണനും 2-3 കണ്ടിട്ടുണ്ട് ഞാൻ സ്റ്റാച്ചു. ആ രാംലീല മൈതാനത്ത് 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഇത് കാണാൻ നിൽക്കും. എന്നിട്ട് ആ സമയമാകുമ്പോൾ ഇതിന് തീ കൊളുത്തും. ഇതിൽ ആരെങ്കിലും കണ്ടവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇങ്ങനെ ഒന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് രാംലീല ഗ്രൗണ്ടിൽ. അപ്പോൾ എന്തിനാ പറഞ്ഞാൽ രാംലീല എന്നും ഇതിനൊരു പേരുണ്ട്. പിന്നെ കൽക്കട്ടയിലും നേപ്പാളിലൊക്കെ ഇതിന് ദുർഗപൂജ എന്നും പറയും. ഞാനിത് എന്തിനാണ് പറയണമെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മുടെ ആൾക്കാർ പലപ്പോഴും പറയും ഓരോ കാര്യങ്ങളിൽ, നമുക്കത് ഞാൻ പറയുന്നത് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് ഒരു ദൈവമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എത്ര ദൈവമാണ്? നമുക്ക് ദൈവം ഒന്ന് തന്നെ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ഭിന്ന അംശങ്ങളാണ് ബാക്കിയൊക്കെ. ദേവന്മാർ 33 കോടി ദേവന്മാരുണ്ട്. വളരെ നല്ലതല്ലേ, അല്ലേ? ഇപ്പം ഇവിടെ പോകാൻ ആകെ ഒരു ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പോകാൻ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടില്ലേ. മറ്റു ഓട്ടോറിക്ഷ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ കാർ എടുക്കാം, കാർ എടുക്കില്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ എടുക്കാം, അല്ലെങ്കിൽ സൈക്കിളിൽ പോകാം. നമുക്ക് ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളും കഥകളും പുരാണങ്ങളൊക്കെ നമുക്ക് യഥേഷ്ടമുണ്ട്. ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. നമ്മുടെ ഒരേ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ ആത്യന്തികമായ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമായ മോക്ഷപ്രാപ്തി, ധർമാർത്ഥ കാമ മോക്ഷം. അതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കഥകളിൽ മാത്രം പിടിച്ചു നിൽക്കണ്ട. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പം ഞാൻ പറഞ്ഞത് ഇത് പല വിധത്തിലുമുണ്ട്. ഇപ്പോൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ട് സരസ്വതി ദേവിയെ സങ്കല്പിക്കുന്നു. കാരണം നമ്മൾ സൃഷ്ടിയാണ് ബ്രഹ്മാവിൻ്റെ ജോലി. അപ്പോൾ സൃഷ്ടിക്ക് എന്ത് വേണം? ബുദ്ധി വേണം, അല്ലേ? ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സരസ്വതി ദേവിയാണ്. പുസ്തകം പൂജയ്ക്കൊക്കെ വെക്കണം എന്തിനാണ്? അപ്പോൾ സരസ്വതി ദേവി ബുദ്ധിയുടെ ദേവതയായതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. ബ്രഹ്മാവാണ് സൃഷ്ടി ചെയ്യുന്നത്. അതുപോലെ രക്ഷകനായ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയുമായിട്ട് മഹാലക്ഷ്മിയെ നമ്മൾ സങ്കല്പിക്കുന്നു. പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് വന്നതാണ് മഹാലക്ഷ്മി. പാലാഴി മദനത്തിൽ നിങ്ങൾ വായിച്ചു കാണും. അപ്പോൾ ഈ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഐശ്വര്യവും സമ്പത്തുമാണ്, അല്ലേ? ഇപ്പോൾ കലണ്ടറുകളൊക്കെ ആൾക്കാരിങ്ങനെ അടിക്കുന്ന ഇങ്ങനെ കുടങ്ങനെ നിറഞ്ഞ് താഴേക്ക് പോകണത് കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ എന്തിനാ കാണിക്കണം എന്ന് വെച്ചാൽ ഐശ്വര്യവും ധനവും എന്നേ ഉദ്ദേശമുള്ളൂ, അല്ലാണ്ട് ആവശ്യത്തിലധികം സ്വത്ത് തരുന്നതല്ല. അത് വേറൊരു വിഷയമാണ്. എനിവേ, അപ്പോൾ അതുകൊണ്ട് മഹാവിഷ്ണുവാണ് രക്ഷകൻ. സൃഷ്ടി സ്ഥിതി സംഹാരമാണല്ലോ ഈ ലോകത്തിലുള്ളത്. അപ്പോൾ സൃഷ്ടി ചെയ്യുന്നത് ബ്രഹ്മാവും രക്ഷകൻ സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവായതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ട് ഇവരെ സങ്കല്പിച്ചു, മഹാലക്ഷ്മിയെ. അത് കഴിഞ്ഞ് സംഹാരത്തിൻ്റെ ആരാണ്? ദേവൻ പരമശിവനാണ്, മഹാദേവനാണ്. ദേവന്മാരിൽ ദേവനായ മഹാദേവൻ. മഹാദേവൻ്റെ പത്നിയായിട്ട് ശക്തി സ്വരൂപിണിയായ പാർവതീദേവിയെ. കാരണം സംഹാരത്തിന് ശക്തി വേണം. അപ്പം ഇതിനെ ഇതുപോലെ നിൽക്കുന്നതിനെ ഉടച്ച് തരിപ്പണമാക്കിയിട്ട് വീണ്ടും റീസൈക്കിൾ ചെയ്ത് വരണമെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? അപ്പം ഇതിനെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നമ്മുടെ രൂപത്തിനെ വിഘടിച്ച് പഴയ രൂപത്തിലേക്ക്. ആരും വിചാരിക്കരുത് അദ്ദേഹം കാലനാണ്, കാലൻ്റെ നേതാവാണ്, കൊല്ലണ ആളാണെന്ന്. അത് എന്നെങ്കിലും ശിവമാഹാത്മ്യം അല്ലെങ്കിൽ ശിവൻ്റെ കാര്യം പറയുമ്പോൾ അവസരം കിട്ടിയാൽ പറയാം. അത് ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ സമയം പോവും. അദ്ദേഹം ഒന്ന് വിചാരിക്കുക, സംഹാരം എന്ന് പറയുന്നത് കൊല്ലലല്ല.
കാരണം ഓരോ കാര്യം പറയുമ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നുകയാണെ നിങ്ങൾക്കിത് ക്ലിയർ ആവുമോ ഇല്ലയോ എന്ന്. ഒരു പുഷ്പം ആദ്യം അത് പൂവിടുന്നുണ്ട് അല്ലേ, ആ പൂവ് ചത്തുപോയി, അതിനെ കൊന്നതിന് ശേഷമാണ് അതിൽ മൊട്ട് വരുന്നത്. ആ മൊട്ട് മരിച്ചതിന് ശേഷമാണ് പിന്നെ അത് കായായിട്ട് വരുന്നത്. ആ കായും വീണ് കഴിയുമ്പോഴല്ലേ അതിൽ നിന്ന് മറ്റൊരു വൃക്ഷം ഉണ്ടാവുന്നത്. അപ്പം അതിനെ കൊന്നു എന്ന് പറയാൻ പറ്റുമോ? അതൊരു ഉൽപ്പാദനങ്ങൾ, ഒരു സൈക്കിളാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ ജനിച്ചന്നു തൊട്ടേ മരിക്കുന്നു ദേഹം, മരിച്ചന്നു തൊട്ടേ ജനിക്കുന്നു വീണ്ടും, മരിക്കാത്ത ദേഹിക്കിടയ്ക്കൊന്നിരിക്കാൻ എടുക്കുന്നതത്രേ ഈ മരിക്കുന്ന ദേഹം. എന്തേലും മനസ്സിലായോ? അതായത് ഈ ഉള്ളിലിരിക്കുന്ന ദേഹി, ഒരിക്കലും മരിക്കാത്ത ഉള്ളിലിരിക്കുന്ന ദേഹി മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിൽ ഇരിക്കാൻ ഇടയ്ക്ക് ഒന്ന് എടുക്കണത് അത്. ഇതൊന്നും നമ്മളിതിൻ്റെ ഒന്നും മറ്റേ ഓണറല്ല, നമ്മളൊരു കസ്റ്റോഡിയൻ. ഇതിനകത്തൊരു ആത്മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഈ അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് മഹാദേവനെ ആരും അദ്ദേഹം കൊല്ലണ ആളാണ് എന്നാരും വിചാരിക്കേണ്ട. മഹാദേവൻ എല്ലാം ഒന്ന്, വേറെ ഒന്നുകൂടെ പറയാം, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ദേവിയും, ഞാൻ ഇടയിൽ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിൽ പുല്ലിംഗം സ്ത്രീലിംഗം ഒന്നുമില്ല. ആത്മീയതയിൽ എല്ലാം ഒന്നാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറയും. ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരേ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞാൽ, ഈ സമുദ്രത്തിൽ നിന്നും വെള്ളം നീരാവിയായിട്ട് ആകാശത്തിൽ പോയിട്ട് പിന്നെ മേഘങ്ങളായിട്ട് വീണ്ടും ഭൂമിയിൽ വന്നിട്ട് അത് സമുദ്രത്തിലേക്ക് തന്നെ എത്തുന്നത് പോലെ നിങ്ങൾ എവിടെ നമസ്കരിച്ചാലും, അത് കുട്ടിച്ചാത്തനായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രഹ്മാവായിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ, മഹേശ്വരനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, എവിടെ നമസ്കരിച്ചാലും പറഞ്ഞത് സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, കേശവൻ്റെ അടുത്ത്. കേശവൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ കേശവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം എന്ന് കണക്കാക്കണം. അല്ലാണ്ട് വെറും കൃഷ്ണൻ, അല്ലെങ്കിൽ ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാർത്ഥസാരഥിയായി നിന്നത് വെറും ദേവകീപുത്രനായ യശോദര വളർത്തുപുത്രനായ കൃഷ്ണനല്ല, സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. എത്ര യോഗീശ്വര കൃഷ്ണ തത്ര പാർത്ഥോ ധനുർധര എത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മധുർമമ. ഭഗവത്ഗീതയുടെ 700-ാമത്തെ ശ്ലോകമാണ്. അത് വിവരിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, അതൊക്കെ വായിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഈ മഹിഷാസുര മർദ്ദിനിയായ അല്ലെങ്കിൽ മഹിഷാസുരനെ കൊന്നത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി കുമാരി പൂജയെ പറ്റി ഒന്ന് പറയാം. കുമാരി പൂജ നിങ്ങൾ ആദ്യം കേൾക്കുക അല്ലാന്ന് എനിക്കറിയാം, നിങ്ങൾ കേട്ടിരിക്കും. കുമാരിമാരെ പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ നവരാത്രിക്ക്. യഥാർത്ഥത്തിൽ എൻ്റെ പേഴ്സണലി എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞാൽ, ദേവീക്ഷേത്രങ്ങളിൽ, അപ്പോൾ അതുപോലെ എല്ലാ സ്ഥലത്തും അത് പ്രായോഗികമല്ലെങ്കിലും ദേവീക്ഷേത്രങ്ങളിൽ കുമാരി പൂജ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിപ്രായം. എന്താ കാരണം എന്നറിയോ? കുമാരി പൂജ എന്ന് പറയുന്നാൽ ഈ 9 ദിവസവും ചെറിയ കുട്ടികളെ, ഇപ്പോൾ ഈ ഇരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, ഇതേമാതിരിയുള്ള ചെറിയ കുട്ടികളെ, അവർ ദേവിയുടെ ഒരു രൂപമാണ്. നിഷ്ഠയായ ഒരു കുട്ടിയാണ് ഇരിക്കണത്, ഒന്നും അറിയാത്തൊരു കുട്ടി, അത് ദേവിയാണ്. ആ ദേവിയായി കാണുകയാണ് നമ്മൾ. 1-ാമത്തെ ദിവസം 2 വയസ്സായ ഒരു കുട്ടിയെ, 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് ഈ പൂജ, 10 വയസ്സിന് ശേഷം ഇല്ല. അപ്പം ആദ്യത്തെ പ്രഥമ ദിവസം 2 വയസ്സായ ഒരു കുമാരി, ചെറിയ കുട്ടി, പെൺകുട്ടി. 2-ാമത്തെ ദിവസം 3 വയസ്സായ കുട്ടി, 3-ാമത്തെ ദിവസം 4 വയസ്സായത്, 4-ാമത്തെ ദിവസം 5, അങ്ങനെ ഒരെണ്ണം അങ്ങനെ കൂടി വരുമ്പോൾ 9-ാമത്തെ ദിവസം എത്രയായി? 10 വയസ്സായ ഒരു കുമാരി, ഒരു ചെറിയ പെൺകുട്ടി, അതിൽ കൂടുതലില്ല. ഇവരെ പൂജിക്കുകയാണ്. അവരെ കാല് കഴുകിച്ച്, അവരെ കാല് വെച്ച് അവരെ ശരിക്കും ദേവിയായി പൂജിക്കുന്ന ചടങ്ങാണ് കുമാരി പൂജ. നവരാത്രിയിൽ കുമാരി പൂജ വളരെ അനിവാര്യമാണ്. ഇപ്പോഴും ഈ മറ്റേ ബ്രാഹ്മൺ കുടുംബങ്ങളിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ നിർത്തി ഓരോ ദിവസം അല്ലെങ്കിലും ഈ പൂജ സമയത്ത് ഇവർ തൊട്ടടുത്തുള്ള വീട്ടുകളിൽ പരിചയമുള്ള അല്ലെങ്കിൽ പരിചയമില്ല കണ്ടിട്ടാണെങ്കിൽ മോളെ ഒന്ന് അയക്കുമോ എന്ന് ചോദിക്കും. ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്ത്, ഈവൻ ബോംബെയിലുണ്ട് ഈ സംഭവം, ബോംബെയിൽ, മദ്രാസിലുണ്ട്, ചെന്നൈയിലുണ്ട്. അവർ കുട്ടികളെ വരുത്തും, ഒരു 5-6 കുട്ടിയെങ്കിലും അവർ സംഘടിപ്പിക്കും. അവരെ നിരത്തിയിരുത്തിക്കൊണ്ട് കാല് കഴുകി പൂജിച്ച് അവർക്ക് വസ്ത്രം അല്ലെങ്കിൽ പാക്കറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ആ കുട്ടിയെ, ദേവിയെ സന്തോഷിപ്പിക്കുക. ആ വന്ന കുട്ടി ചിലപ്പോൾ എന്താ പറയുക, ടാറ്റയുടെ ബിർളയുടെയൊക്കെ ആൾക്കാരായിരിക്കും. ആ കുട്ടിക്ക് ഇപ്പോൾ 2 പഴമോ അല്ലെങ്കിൽ ഒരു മിഠായിയുടെ ആവശ്യം ഉണ്ടായിട്ടല്ല. അതായത് അതിനെ ദേവീ ഭാവത്തിൽ,
ആണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ കുമാരി പൂജ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഓടിപ്പോയിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനല്ല, ഈ കുട്ടികളെ അവിടെ ഇരുത്തിക്കൊണ്ട് ഇവരുടെ ഫോട്ടോ എടുത്തിട്ട് അയക്കാനല്ല നമ്മളിത് ചെയ്യണത്. ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത, എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത, എവിടെ നാരികൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവി സന്തോഷിക്കുന്നു എന്നാണ്. അപ്പം നാരികൾ പൂജിക്കപ്പെടേണ്ടതാണ്. പുരുഷൻ്റെ മാതിരിയുള്ള ശരീരമല്ല നാരിമാരുടെ. അപ്പം അവരെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പോത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ളൊരു മഹിഷാസുരനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലുള്ള മഹിഷാസുരന്മാർ നമ്മുടെ ഇടയിലില്ലേ? നമ്മുടെ എന്ന് ചോദിച്ചാൽ വെങ്ങാനൂലൂർ ഇവിടെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടോ ഇല്ലയോ? ഇവനൊക്കെ ആര് കൊല്ലും? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ നവരാത്രി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നാളെ ആരെങ്കിലും എതിർത്താൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഈ ആദി പരാശക്തി പരകായപ്രവേശം ചെയ്യണം ഈ നാരിമാരിലൊക്കെ. എന്നിട്ട് വരുന്നവനെ ഹിംസിക്കാൻ നമ്മൾ പഠിക്കണം. നിങ്ങളൊക്കെ മുളക് പൊടിയും ആയുധമൊക്കെ കരുതണം. ഈ വരാൻ പോകുന്ന കുട്ടികൾ ഈ മൊബൈൽ എടുത്തുകൊണ്ട് ഇങ്ങനെ തോണ്ടിയിരിക്കുന്നതിന് പകരം കുറച്ച് കരാട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് അഭ്യസിക്കണം. കണ്ടിട്ടില്ലേ ചിലതൊക്കെ ചില ഇതിലൊക്കെ വരും അല്ലേ, ചില ഷോർട്ടായിട്ട് കാണിക്കും. എന്താ കുട്ടി ചെയ്തതാണ് അവർ ചിലരങ്ങനെ ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാ നാരിമാരും ഇത് ചെയ്യണം എന്ന് പറയാം ഞാൻ. ഗോവിന്ദച്ചാമിയെ പോലുള്ളവനൊക്കെ ഇപ്പം എത്രയോ കിലോ വെയിറ്റ് കൂടി. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് എനിക്കറിയില്ല. എൻ്റെ പരിമിതമായ ജ്ഞാനത്തിനുള്ളിൽ അയാൾ ഇന്നും എവിടേക്കോ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അയാളെ എന്തെങ്കിലും പഞ്ചായത്ത് എനിക്കറിയില്ല. നോക്കൂ എത്ര മോശമായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ധൈര്യപൂർവ്വം പറയാൻ കാരണം അയാൾ കുപ്രസിദ്ധനാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലുള്ളവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണോ? നമ്മുടെ കേസ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിധിയാവുമ്പോഴേക്കും ഇയാളുടെ അവസാനമാവും അല്ലേ? ശരിയാണോ ഇല്ലയോ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നോട്? അപ്പോൾ ഈ കുമാരി പൂജയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ സമയമുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ കുമാരി പൂജ ഞാൻ എന്തിനാ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ പൂജിച്ചൊരു കുട്ടി വരുമ്പോൾ വഴിയിൽ ഒറ്റയ്ക്ക് നടന്നു കണ്ട് അതിനെ പിച്ച് ചീന്താൻ നമുക്ക് തോന്നുമോ? നിങ്ങൾ പറയൂ, തോന്നുമോ? ഒരിക്കലും തോന്നില്ല. അതിനെ ദേവിയായിട്ടല്ലേ നമ്മൾ കാണുള്ളൂ. അപ്പം ആ ഒരു തോന്നൽ വരണം, ആളുകൾക്ക് മനസ്സിലാവണം. ഈ സ്ത്രീ എന്ന് പറയുന്നത് ദേവിയാണെന്ന് തോന്നണം. അങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ സത്സംഗങ്ങൾ നടത്തണം. ഞാൻ ഇത് വേണ്ടാന്ന് പറയില്ല. നമ്മുടെ ഈ വിജയദശമി പോലുള്ള കാര്യങ്ങൾക്ക് പോലും ക്ഷേത്രങ്ങളിൽ എന്താ ചെയ്യണമെന്നറിയോ? ഞാൻ കുറ്റം പറയല്ല. അവിടെ അവർ വന്നിട്ട് കുറേ പാട്ടും ഡാൻസും ബഹളവും ഒരുപാട് കാര്യങ്ങൾ എല്ലാം വേണം. കാരണം ദേവി കലാദേവത കൂടിയാണ്. അരങ്ങേറ്റം മുഴുവൻ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും കൊട്ടിൻ്റെയും ഒക്കെ അരങ്ങേറ്റം വിജയദശമി ദിവസമാണ്. അത് തെറ്റല്ല ഞാൻ പറഞ്ഞു. അതോടൊപ്പം സത്സംഗങ്ങൾ വേണം. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി ക്ഷേത്രങ്ങളിൽ പറഞ്ഞു കൊടുക്കണം. എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ടായി. എനിക്കൊരു അവസരം ഇവിടെ കിട്ടി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടിത് പറയാനൊരു അവസരം കിട്ടി. അത് എന്നെ വിളിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞു. അറിയാവുന്നവരെ വിളിച്ച് എന്താണ് നവരാത്രി എന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ, എന്താണ് ശിവരാത്രി എന്നൊന്ന് പറയൂ, എന്താണ് തിരുവാതിര എന്നൊന്ന് പറയൂ. എന്ന് പറയുമ്പോൾ മറ്റത് എന്താണെന്ന് വെച്ചാൽ ആരുടെയും കുറ്റമല്ല. ഈ കൊച്ചു കുട്ടികളെ വെച്ചും കൊണ്ട് നവരാത്രി ആഘോഷങ്ങൾ വന്നിട്ട് കൊട്ടും പാട്ടും ഡാൻസും മേളവും പാട്ട് കച്ചേരിയും മാത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഉണ്ണിയപ്പയും കൊച്ചു മോളോട് വിളിച്ചു നോക്കിയാൽ മോളെ എന്താ നവരാത്രി, അതൊക്കെയറിയാം, അത് പാട്ടല്ലേ എന്ന് ചോദിക്കും. അപ്പം നവരാത്രി ഓരോന്നിനെ പറ്റി അല്ലേ പ്രബന്ധം എഴുതണം എന്നല്ല, അറിഞ്ഞിരിക്കണം നമ്മൾ, അതൊരാവശ്യമാണ്. അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുമാരി പൂജ ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നറിയോ? ചില സ്ഥലങ്ങളിൽ ഒന്നാമത്തെ ദിവസം 2 വയസ്സായ 2 കുട്ടി, ഇതൊന്നും നിങ്ങൾ ആദ്യം കേൾക്കില്ല എനിക്കറിയാം. രണ്ടാമത്തെ ദിവസം 3 വയസ്സായ 2 കുട്ടി. അങ്ങനെ വരുമ്പോൾ 9-ാം ദിവസം എന്തായി? 10 വയസ്സായ 10 കുട്ടി. 9-ാം ദിവസം 10 കുട്ടി. ഇത് നടന്നിരുന്നു. നമ്മുടെ നാട്ടിൽ എന്താ നടക്കാത്തത്? നമ്മൾ ഇതൊന്നും പകർന്ന് എടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല. നമ്മളെല്ലാവരും ഞാൻ അച്ഛനാണ് മുത്തശ്ശനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന മുത്തശ്ശൻ വരെ കുട്ടിയെ തട്ടി മാറ്റിക്കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ടിരുന്ന പിന്നെ ആ കുട്ടിക്ക് ആരത് പറഞ്ഞു കൊടുക്കുക? ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയല്ലേ? ഈ പാരമ്പര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക്, വരും തലമുറകൾക്ക് ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്കിതെങ്ങനെ മനസ്സിലാവും? അവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ ഗൃഹങ്ങളിലുള്ള സ്ത്രീകൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു 9 ദിവസത്തേക്കെങ്കിലും
ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാവരും പങ്കെടുക്കണ്ടേ? ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കുട്ടികളെ പ്രത്യേകിച്ച് കൊണ്ടുവന്ന് ഒന്നും പറയണ്ട. നമ്മൾ അവിടെ തല കുമ്പിടുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി തമ്പിടും. അല്ലെങ്കിൽ ആ കുട്ടി ചോദിക്കും, അമ്മ എന്തെന്ന് നമസ്കരിച്ചില്ലല്ലോ എന്ന് ചോദിക്കും, ഇല്ലേ? അപ്പം നമ്മൾ പറയല്ല, നീ അല്ലടി സ്കൂളിലേക്ക് പോകണം, പോയി പഠിക്കടി എന്ന് പറഞ്ഞ് വിടല്ല വേണ്ടത്. ഒപ്പം ഇരുന്ന് ഹോംവർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഒപ്പം വന്ന് നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കുട്ടികൾക്കൊരു റോൾ മോഡൽ ആയാലേ പറ്റുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളെല്ലാവരും എൻ്റെ വലത് ഭാഗത്തേക്ക് ഒന്ന് നോക്കൂ. ഈ വലത് ഭാഗത്തേക്ക് നോക്കിയോ? ഇതാണോ എൻ്റെ വലത്? ആണോ? അപ്പം ഞാൻ എൻ്റെ വലത് ഭാഗത്തേക്ക് ഒന്ന് നോക്കൂ പറഞ്ഞ് എല്ലാവരും പടക്കി നോക്കി. നിങ്ങൾ വിചാരിക്കേണ്ട ഇയാളെ എന്ത് പൊട്ടനാ, ഇയാളാണ് ഇപ്പോൾ ആത്മീയ പ്രവർത്തനം. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? എവിടെയാണോ പ്രവൃത്തി അവിടേക്കാണ് നമ്മുടെ ഇത് പോവുക, അല്ലേ? ഞാൻ അങ്ങനെ ഇരുന്നിട്ട് എൻ്റെ വലതുഭാഗത്തേക്ക് നോക്കുക പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ കുട്ടികളെ അച്ഛനും അമ്മയും എന്താ ചെയ്യണം അതാണ് നോക്കണതേ. പറയണത് അവർ കേൾക്കില്ല. അപ്പം നമ്മൾ പറഞ്ഞു കാണിച്ചു കൊടുക്കണം. സിഗരറ്റ് ചെയിൻ സ്മോക്ക് ചെയ്തുകൊണ്ട് പറയാം, വലിക്കരുതടാ സിഗരറ്റ്. അപ്പം അച്ഛനോ ചോദിക്കും. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ന്യൂ ജൻ എന്നൊക്കെ പറയില്ല, ന്യൂ ജനറേഷൻ. അമ്മ ഒരു ദിവസം അമ്പലത്തിൽ പോകട്ടെ, ഏട്ടാ പരീക്ഷയിലൂടെ വരണോ, അമ്പലത്തിൽ പോകണം, നാളെ ഉടയ്ക്കടാ എന്ന് പറയും. അമ്മ ഒരു ദിവസം പോകണില്ല, പരീക്ഷ വരുമ്പോഴല്ല പോകേണ്ടത്. ആസ്പത്രിയിലേക്ക് നമുക്ക് അസുഖം വന്നല്ല പോകേണ്ടത്, അല്ലേ? ആരെങ്കിലും ചോദിക്കാം, എന്താ രാമനാരെ ആസ്പത്രിയിലേക്കൊന്നും പോകണില്ലേ, അടി കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ. വേറെ മറിച്ച് അസുഖം വന്നാൽ പോകണം. പക്ഷെ അമ്പലത്തിൽ അങ്ങനെയാണോ? എന്നും നമ്മളെ നിലനിർത്തണം, എല്ലാം വാരിക്കോരി തരണം. 35 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 കോടിയുടെ സമ്മാനം കിട്ടണം, ഇതൊക്കെ വേണം. പക്ഷെ അമ്പലത്തിലേക്ക് പോയില്ല. അതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ്. ഇവർ കുറേ ആൾക്കാർ ഇരിക്കണ്ടല്ലോ ഇവിടെ, ദേവീദേവന്മാരുടെ പേരിൽ. അപ്പോൾ ഇവർക്ക് ഡ്യൂട്ടി. ഇങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പം ഇങ്ങനെ പറഞ്ഞ നവരാത്രിയിൽ നിന്ന് ഞാൻ എവിടെയോ കാട് കയറിപ്പോവും. എനിവേ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ കുമാരി പൂജയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് അറിയാതെ പറഞ്ഞു പോയതാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് നവരാത്രികളിൽ കുമാരി പൂജ വളരെ വേണം. എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മിക്കവാറും ക്ഷേത്രങ്ങളിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നടപ്പുണ്ട്. ഈ ബൊമ്മക്കൊലു വെക്കലും കുമാരി പൂജകളൊക്കെ കാണാം. നിങ്ങൾ വാട്സാപ്പിലും ഇൻ്റർനെറ്റിലൊക്കെ ധാരാളം നിങ്ങൾക്ക് കാണാൻ പറ്റും കുമാരി പൂജ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ അതുപോലെ ആചരിക്കണം. ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, നമ്മുടെ വിദ്യാരംഭത്തിനെ പറ്റി പറയാം. എന്നിട്ട് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് പറയാം. വിദ്യാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുത്തിലേക്ക് കൊച്ചു കുരുന്നുകളെ എഴുത്തിലൂടെ വിദ്യയുടെ ലോകത്തേക്ക് ഉയർത്തുന്ന ഒരു വിദ്യയുടെ ആരംഭമാണ് വിദ്യാരംഭം. അപ്പോൾ ഈ വിദ്യാരംഭം നമ്മൾ കുറിക്കുന്നത് സരസ്വതി പൂജയ്ക്ക് ശേഷം, വിജയദശമി ദിവസം സരസ്വതി പൂജയ്ക്ക് ശേഷം 5 തിരിയിട്ട നിലവിളക്കിൻ്റെ മുൻപിലിരുന്നിട്ടാണ് നാം ഈ വിദ്യാ ആരംഭം തുടങ്ങുന്നത്. ഉണക്കലരിയിൽ, മഞ്ഞൾ പുരട്ടിയ ഉണക്കലരിയിലാണ് നമ്മൾ ഹരിശ്രീ എഴുതിക്കുന്നത്. അതിന് മുൻപ് സ്വർണം കൊണ്ട് നാവിൽ എഴുതിക്കും, ഓം ഹരിശ്രീ ഗണപതേ നമഃ. അതിനുശേഷമാണ് ഈ അരിയിൽ എഴുതിക്കുന്നത്. അതിനുശേഷം നമ്മൾ നിലത്തിട്ട മണലിലും എഴുതിക്കുന്ന പതിവുണ്ട്. പിന്നെ ഇത് ഓരോന്നും ഈ ഓരോരോ ചടങ്ങുകളുടെ പുറകിൽ പഴയ കാലത്ത് ഇവരുണ്ടാക്കി വച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ, അർത്ഥവത്തായ, ശാസ്ത്രീയമായ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഓരോന്നായിട്ട് ഞാൻ ചുരുക്കി പറയാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, 5 തിരിയിട്ട നിലവിളക്കിൻ്റെ മുൻപിലാണ് ഇത് ചെയ്യുന്നത്. 5 തിരി എന്ന് പറയുന്നത് ദിയോയോന പ്രചോദയാത്, അല്ലേ? ഗായത്രി മന്ത്രത്തിൽ. അല്ലെങ്കിൽ തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. നമ്മളൊക്കെ എല്ലാം നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ 5 തിരിയിട്ടത് 5 പ്രാണനെ, ഇല്ലേ? പാനൻ, അവാനൻ, വ്യാനൻ എന്നൊക്കെ പറയുന്നത് 5 പ്രാണനുണ്ട് നമുക്ക്. 5 പ്രാണൻ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ 5 പ്രാണനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്,
ചെവി. ഈ 5ലൂടെയാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. ചേർന്നു ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ 15ാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 9 വരെ നടത്തപ്പെടുന്നു. ചേലെഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങൾ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി ഏകദന്തായ വക്രതുണ്ഡായ ഗൗരീതനയായ ധീമഹി.